നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു യാത്രാക്കാഴ്ചക്കിടയിൽ മനോഹരമായ കാഴ്ച കാണിച്ചു തരാം. തേൻ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല. അപ്പോൾ തേൻ എടുക്കുന്ന കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ തേനിന്റെ സീസണാണ്. ചെറുതേനും പെരുന്തേനും എല്ലാം എടുക്കുന്ന കാഴ്ചകൾ പല സ്ഥലത്തുമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഓന്തുപച്ചയിലാണ്. ഇപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകരയുള്ള അനീഷ് പ്രസാദ് എന്ന് പറയുന്ന ചേട്ടൻ 25 വർഷത്തോളമായി അവർ 3 പേരുണ്ട് കേട്ടോ. തേൻ എടുക്കുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നല്ല ശുദ്ധമായ തേൻ, വായിൽ വെള്ളം ഊറുന്ന തേനാണ്. ഞാനെന്നൊക്കെ അതിന്റെ കാഴ്ചകളും എങ്ങനെയാണ് തേനിന്റെ വിപണനം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു തരും. എന്തൊക്കെയാണ് നമുക്ക് തേൻ കാഴ്ചകളിലേക്ക് പോകാം. അണ എത്രയോളായി തേനിന്റെ പരിപാടി തുടങ്ങിയിട്ട്? ഒരു 25 വർഷമായി. നമ്മളിത് എങ്ങനെ ഈ ഇവിടെ കൊണ്ട് ഈ കൂട് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഈച്ചയാക്കി എടുക്കുന്നത്? ഈച്ചയില ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ്. കൊണ്ടുവരും അല്ലേ? ആ, ഇത് ഇതിന്റെ പേര് എന്താ പറയുക? പെരുന്തേനെന്നാന്ന് പറയുന്നത്. ഒരു കൂട്ടിന് എത്ര കിട്ടും നമുക്ക്? 10-15 ജില്ലയിലെ കാലാവസ്ഥ എടുത്തുപോലെ ഇരിക്കും. കാലാവസ്ഥയും കൂടെ ആയിരിക്കണം. ഇത് 4 അറയാ അങ്ങനെ? ഇപ്പൊ 2 എണ്ണം. ഈ ചോറാണ്ടുണ്ട്. അടിക്ക് പറയണ്ടല്ലേ? അടിക്ക് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ അതെടുക്കത്തില്ല. ഇതിനകത്ത് ഇത് തന്നെ പിന്നെ സെറ്റ് ആയിക്കോളും. തനിയാ വന്ന നമ്മളൊന്നും ചെയ്യണ്ട. കുളത്തൂപ്പുഴ ഏത് ഭാഗത്തൊക്കെ ഉണ്ട്? കുളത്തൂപ്പുഴയുടെ മൈലമൂടുണ്ട്. മൈലമൂട്, ചോഴിയക്കോട്. അവിടെ എത്ര കൂടുന്നുണ്ട്? 50. എല്ലാ കൂട്ടിലും തേൻ കാണുമല്ലയോ? എല്ലാത്ത വീട്ടിലും കാണും. അണ്ണ പേരെന്ത് വരുന്നു? അനീഷ്. നമ്മള് വർഷങ്ങളായിട്ട് ഇത് തന്നെ പരിപാടി. ഇതിന്റെ സൊസൈറ്റി കൊടുക്കുമ്പോ എങ്ങനെ അതിന്റെ പേയ്മെന്റ്? പേയ്മെന്റ് അറിയാൻ പറ്റില്ല. അതൊക്കെ അവിടുത്തെ ഇതുപോലെ അപ്പുറത്തെ നിലവിലുള്ള വില അനുസരിച്ച് കിട്ടും. നഷ്ടമൊന്നും വരത്തില്ലല്ലേ? നഷ്ടമൊക്കെ വരും. ഒരു നിശ്ചിത വില ഇല്ലേ ഇതിന്? ഇല്ല, ഇപ്പൊ ഒരു കിലോയ്ക്ക് 300 രൂപ ഉണ്ട്. 1 കിലോയ്ക്ക്. കിലോ വെച്ചാലേ, ലിറ്റർ അല്ല. ലിറ്ററാകുമ്പോൾ 400. വെക്കുന്നതിന് കുറെ ചിലവാകുമോ? ചിലവുണ്ട്. ഇതിന് മഴ സമയത്തൊക്കെ ഇതിന് പഞ്ചസാര കൊടുക്കണം. പഞ്ചസാര ലായനി അല്ലേ? മഴ സമയത്ത് നമ്മളൊന്നും കൊടുക്കുമല്ലോ. അതെങ്ങനെ ഈ പഞ്ചസാര ലൈനിന് കൊടുക്കുന്നത്? ഇതിന് പ്ലാറ്റ് വെച്ച് അതിനകത്ത് കൊടുക്കും. അല്ലേ? കടിക്കൂലല്ലേ? കടിക്കും. അടിക്കത്തെ കുഞ്ഞ് അതിന് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇല്ല. അതിനി അടുത്തിന് സെറ്റായി വരും അല്ലയോ? കുഞ്ഞുങ്ങളല്ലേ? ഇത് നമ്മൾ അടുത്തിന് സെറ്റാക്കി എടുക്കും അല്ലേ? അടുത്ത് ഇനിയിപ്പോ എത്ര മാസം പിടിക്കും ഇത് തേനാവന? 10 ദിവസം. 10 ദിവസം ദിവസം കിട്ടും അല്ലേ? ഘട്ടമായിട്ടാണ് എടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ട്. ആദ്യത്തെ ഒരു പ്രാവശ്യം, പിന്നെ രണ്ടാമത്തെ ഘട്ടം ഇത്. ഇവിടെ ഉള്ളു. എൻ്റെ പേര് അനീഷാണ്. നെയ്യാറ്റിൻകരയാണ് സ്ഥലം. ഞാൻ 30 വർഷം കൊണ്ട് തേനീച്ച കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ 30 വർഷമായിട്ട് തേനീച്ച കൃഷി ചെയ്യുമ്പോൾ ഈ തേനൊക്കെ എവിടെയാണ് കൊടുക്കുന്നത്? സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. സൊസൈറ്റി. നെയ്യാറ്റിൻകര തേന്റെ സൊസൈറ്റി ഉണ്ടോ? നെയ്യാറ്റിൻകരയുണ്ട്, കാഞ്ഞിരപ്പള്ളിയുണ്ട്. അത് എങ്ങനെയാ? നമുക്ക് എങ്ങനെ അതിന്റെ ഹോർട്ടികോർപ്പുണ്ട്. ഹോർട്ടികോർപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്കത് ലിറ്റർ വിലയാണോ? കിലോയ്ക്കാണ്. കിലോയ്ക്ക് വില. നഷ്ടമൊന്നുമില്ലല്ലോ നമുക്ക്? നഷ്ടമൊക്കെ വരുന്നുണ്ട്. കാലാവസ്ഥയുടെ ചേഞ്ച് അനുസരിച്ചല്ലേ? തേൻ എല്ലാ സമയത്തും ലഭിക്കും നല്ലോണം? സീസണാണ്. ഓരോ സീസണിലാണ്. ഈ സമയത്തൊക്കെ ഉണ്ട്? ഈ വർഷത്തെ വലിയ നഷ്ടമാണ് ഈ വർഷം അല്ലേ? അപ്പോ തേൻ കുറവാണ്. എന്തുകൊണ്ട് അങ്ങനെ? കാലാവസ്ഥ വ്യതിയാനമാണോ? കാലാവസ്ഥയുടെ കാരണം പൂക്കളുടെ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് തേൻ. ഈ തേനീച്ചകൾ കൂടുതൽ എങ്ങനെയുള്ള പൂവിൽ നിന്നായി തേൻ എടുക്കുന്ന? ഈ തോട്ടങ്ങളിൽ നിന്ന് റബ്ബറാണ് കൂടുതൽ. റബ്ബറിന്റെ
ഈ തോട്ടങ്ങളി ആ തുടങ്ങും. നമ്മളിപ്പോ ഓന്ത് വെച്ച് എത്ര കൂട് വെച്ചിട്ടുണ്ട്? 700. പിന്നെ വേറെ സ്ഥലങ്ങൾ എവിടെ ഉണ്ട്? മൂവാറ്റുപുഴയുണ്ട്. അവിടെ ഇത്ര ഉണ്ടോ കൂട്? ആ ഉണ്ട്. പിന്നെ കോട്ടൂരുണ്ട്. ആ കോട്ടൂര്, തിരുവനന്തപുരം, കാട്ടാക്കട. പിന്നെ പൂവാറുണ്ട്. ആ അതന്നെ. തോട്ടം മേഖല അല്ലാത്ത സ്ഥലത്ത് വെക്കാറുണ്ടോ? വയ്ക്കാറുണ്ട്. അത് ഈ തേൻ നമുക്ക് എങ്ങനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. തമിഴ്നാട്ടിൽ തേൻ കിട്ടുമോ നമുക്ക്? കിട്ടുമല്ലേ? വിരിയപ്പൂല്. ഓ ശരി. ഇപ്പൊ എവിടെയൊക്കെ തമിഴ്നാട്ടിൽ വെച്ചിട്ടുണ്ട്? തൂത്തുക്കുടിയിൽ. എത്ര കൂടാ? അവിടെ 200. തേൻ എങ്ങനെയുണ്ട്? നമ്മുടെ ഇവിടുത്തെ തേന്റെ ക്വാളിറ്റി ക്വാളിറ്റി കൂടുതലാണ് അവിടെ. അതെന്തോ അങ്ങനെ വ്യത്യാസം? അവിടെ നല്ല കട്ടി കൂടുതലാണ്. ഓ ശരിയാ. നമ്മുടെ ഇവിടുത്തെ തേൻ കട്ടി കുറവായില്ലേ? ഇതെല്ലാ സ്ഥലത്തും നമ്മൾ എടുത്ത് എത്ര പേരുടെ പണിയാ ഇതൊക്കെ? 3 പേരായിട്ട് തന്നെ ചെയ്യുന്നത്. 3 പേര്. ഇന്നിനി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞ് ഫുള്ള് വരുന്നിട്ട് കുറച്ച് അപ്പുറത്തുണ്ട്. അപ്പുറത്ത് ഇവിടെ തന്നെ വെച്ച് തന്നെ വെച്ചിട്ടുണ്ട്. മടത്തറയാ? മടത്തറയല്ല, ഇറക്കുറങ്ങി ചിലപ്പം. അപ്പൊ നമുക്ക് വിപണന സാധ്യത എപ്പോഴും ഉള്ള സാധനം തേൻ. കുഴപ്പമില്ല. നമ്മളിതുകൊണ്ടാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ പോകുന്നത് അല്ലേ, കുടുംബം പോറ്റുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴും തേൻ കൂടുതൽ കിട്ടുവാണെങ്കിൽ ലാഭമാണ്. അപ്പൊ ഇവരെല്ലാം അന്നുകളുടെ കൂടുതലുള്ള ആൾക്കാരാണോ? 25 വർഷമായിട്ട്. കുത്തുന്ന ഈച്ച ഉണ്ടല്ലോ അത്? ഇത് കുത്തിയെന്ന് പറഞ്ഞാൽ ചെയ്യാന്നില്ല. മറ്റേത് എന്തൊരു സൈസാ? കടന്നില്ല. ആ തേനുള്ള ഇല്ലേ? ഇവിടെ ഇവിടെ കരടി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മള് കരടിയുള്ള ഏരിയയിൽ എങ്ങനെ വെച്ചിട്ടുണ്ടോ ഇത്? ഇല്ല.